കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിന് സ്തുതി. സഹോദരൻ ജോയ് തോമസിന്റെ സന്ദേശങ്ങളിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആത്മീയ നിദ്രയെക്കുറിച്ചും അതിൽ നിന്നുണരേണ്ട ആവശ്യകതയെക്കുറിച്ചും ധ്യാനിച്ച സമയത്ത് മറ്റൊരു ചിന്ത ദൈവം എൻ്റെ ഓർമ്മയിൽ കൊണ്ടുവന്നു. അത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണുന്ന ശിംശോന്റെ ഉദാഹരണം ആയിരുന്നു. നാം അത് ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 14-ാം വാക്യത്തിൽ വായിക്കുന്നു. അവൾ അങ്ങനെ ചെയ്തു, കുറ്റി അടിച്ചുറപ്പിച്ചും വെച്ച് അവനോട്, ശിംശോനെ, ഫെലിസ്ത്യർ വരുന്നു എന്ന് പറഞ്ഞു. അവൻ ഉറക്കമുണർന്നു, നെയ്ത്തുതൊഴിയുടെ കുറ്റിയും പാവും പറിച്ചെടുത്തു കളഞ്ഞു. ഇവിടെ ദൈവത്തിൻ്റെ അഭിഷിക്തനായ ശിംശോൻ തെറ്റായ വഴിയിലൂടെ പോകുന്നത് നാം കാണുന്നു. തുടർന്ന് 16 മുതൽ 19 വരെയുള്ളതായ വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഇങ്ങനെ അവൾ അവനെ ദിവസം പ്രതി വാക്കുകളാൽ ബുദ്ധിമുട്ടിച്ച് അസഹ്യപ്പെടുത്തി അവൻ മരിപ്പാൻ തക്കവണ്ണം വ്യസന പരവശനായി തീർന്നിട്ട് തൻ്റെ ഉള്ളം മുഴുവനും അവളെ അറിയിച്ചു. ക്ഷൗരക്കത്തി എൻ്റെ തലമേൽ തൊട്ടിട്ടില്ല. ഞാൻ അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിന് വ്രതസ്ഥനാകുന്നു. ക്ഷൗരം ചെയ്താൽ എൻ്റെ ബലം എന്നെ വിട്ടുപോകും. ഞാൻ ബലഹീനനായ ശേഷം മനുഷ്യരെ പോലെ ആകും എന്ന് അവളോട് പറഞ്ഞു. തൻ്റെ ഉള്ളം മുഴുവനും അവൻ അറിയിച്ചു എന്ന് കണ്ടപ്പോൾ ദലീല ഫെലിസ്ത്യ പ്രഭുക്കന്മാരെ വിളിപ്പാൻ ആളയച്ചു. ഇന്ന് വരുവിൻ, അവൻ തൻ്റെ ഉള്ളം മുഴുവനും എന്നെ അറിയിച്ചിരിക്കുന്നു എന്ന് പറയിച്ചു. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അവളുടെ അടുക്കൽ വന്ന് പണവും കയ്യിൽ കൊണ്ടുവന്നു. അവൾ അവനെ മടിയിൽ ഉറക്കി. ഒരാളെ വിളിപ്പിച്ച് തലയിലെ ജട 7 കളയിച്ചു. അവൾ അവനെ ഒതുക്കി തുടങ്ങി. അവൻ്റെ ശക്തി അവനെ വിട്ട് പോയി. വീണ്ടും 20-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പിന്നെ അവൾ ശിംശോനെ, ഫെലിസ്ത്യർ വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ ഉറക്കമുണർന്ന് യഹോവ തന്നെ വിട്ടു എന്നറിയാതെ ഞാൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞൊഴിഞ്ഞു കളയും എന്ന് വിചാരിച്ചു. നിരവധി യുവവിശ്വാസികൾക്ക് ഈ കഥ പുതിയതായിരിക്കാം. ഈ തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ അഭിഷിക്തനായ ഒരു യുവാവായ മനുഷ്യൻ ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് എങ്ങനെ വ്യതിചലിച്ചു എന്ന് നാം കാണുന്നു. ദലീലയുടെ മടിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ അവൻ ആത്മീയമായി ഉറങ്ങിയിരുന്നുവെന്ന് ഓർക്കുക. അവൻ അതിനു മുൻപ് തന്നെ ആത്മീയമായ ആലസ്യത്തിലേക്ക് പോയിരുന്നു എന്നതായിരുന്നു യാഥാർത്ഥ്യം. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഇത് നമുക്ക് പരിചിതമായ ഭാഗമാണ്, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ അനന്തരം ശിംശോൻ ഗസയിൽ ചെന്ന് അവിടെ ഒരു വേശ്യയെ കണ്ട് അവളുടെ അടുക്കൽ ചെന്നു എന്ന് ന്യായാധിപന്മാർ 16:1 നാം വായിക്കുന്നു. തുടർന്ന് 4-ാം വാക്യത്തിൽ അതിനുശേഷം അവൻ സോരക് താഴ്വരയിൽ ദലീല എന്നു പേരുള്ളൊരു സ്ത്രീയെ സ്നേഹിച്ചു എന്ന് കാണുന്നു. താൻ ദൈവത്തിൻ്റെ അഭിഷിക്തൻ ആയിരുന്നു. ഫെലിസ്ത്യരെ കൊല്ലുവാൻ ദൈവത്തിൻ്റെ ശക്തിയും അഭിഷേകവും അവനുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ശത്രുക്കളെ പലപ്പോഴും തോൽപ്പിച്ച അനുഭവവും തനിക്കുണ്ടായിരുന്നു. അതിനാൽ തനിക്കൊന്നും സംഭവിക്കുകയില്ല എന്നായിരുന്നു താൻ കരുതിയത്. അവൻ ഇതിനകം തന്നെ ഒരു ആത്മീയ ഉറക്കത്തിലായിരുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ അവൻ സ്വാഭാവികമായും ഉറങ്ങുന്ന സ്ഥാനത്തേക്കും വന്നു കഴിഞ്ഞു. എന്നാൽ അവൻ ഉണർന്നപ്പോൾ മാത്രമേ അവൻ ശത്രുക്കളാൽ പിടിക്കപ്പെട്ടു എന്ന് അവന് കാണുവാൻ കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും അവൻ പരാജയത്തിലേക്കും അടിമത്തത്തിലേക്കും എത്തിയിരുന്നു. വിശുദ്ധന്മാരെ, നാം ഉറക്കത്തിൻ്റെ മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ അത് അടിമത്തത്തിൻ്റെ ഒരു സ്ഥാനമാണ്. അതിലൂടെ ശത്രുവിന് നമ്മെ അടിമത്തത്തിലേക്ക് കൊണ്ടുവരുവാനും നമ്മെ അടിമകളാക്കുവാനും വളരെ എളുപ്പമാണ് എന്ന് നാം മനസ്സിലാക്കണം. യെശയ്യാവിൻ്റെ പുസ്തകം 52-ാം അധ്യായത്തിൽ നമുക്ക് പഴയ നിയമ ഇസ്രായേലിൻ്റെയും പഴയ നിയമ സഭയുടെയും അടിമത്തത്തിൻ്റെ അവസ്ഥയെ കാണുവാൻ സാധിക്കും. അവർ അടിമത്തത്തിലാണെന്നും നഷ്ടപ്പെടുത്തിയ കാര്യങ്ങളെ മടക്കി കൊടുക്കുമെന്നും അടിമത്തത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുമെന്നും കർത്താവ് പറഞ്ഞതായി നാം ഇവിടെ കാണുന്നു. അവർ അടിമത്തത്തിലേക്ക് പോയതിൻ്റെ കാരണം ആത്മീയ ആലസ്യത്തിലേക്ക് പോയതായിരുന്നു. ഇത് മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം ആത്മീയ ആലസ്യത്തിലേക്ക് പോവുകയും ആത്മീയമായി ഉറങ്ങുകയും ചെയ്യുമ്പോൾ ശത്രുവിന് നമ്മെ എളുപ്പത്തിൽ ആക്രമിക്കുവാനും കീഴടക്കുവാനും അടിമകളാക്കുവാനും കഴിയും. അവന് നമ്മെ വേഗത്തിൽ പരാജയപ്പെടുത്തുവാനും പിടികൂടുവാനും കഴിയും. ഇന്നത്തെ സഭയുടെ ഉറക്കവും ആത്മീയ ആലസ്യവും കാരണം പലർക്കും സഭയുടെ പരിതാപകരമായ അവസ്ഥ മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും കഴിയുന്നില്ല. പലർക്കും ഈ സത്യം
അംഗീകരിക്കാനാവില്ല എന്ന് എനിക്കറിയാം. സഭ ഇന്ന് പരാജയത്തിലും ബന്ധനത്തിലുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. തുടർന്ന് ശിംശോന് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 21-ാം വാക്യത്തിൽ, ഫെലിസ്ത്യരോ അവനെ പിടിച്ച് കണ്ണു കുത്തിപ്പൊട്ടിച്ച് ഗസയിലേക്ക് കൊണ്ടുപോയി ചെമ്പു ചങ്ങല കൊണ്ട് ബന്ധിച്ചു. അവൻ കാരാഗൃഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരുന്നു എന്ന് നാം കാണുന്നു. ആത്മീയ ഉറക്കം നമ്മെ അന്ധതയുടെ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരും. ദൈവം തൻ്റെ സഭയ്ക്കായി കരുതിയിരിക്കുന്ന കാര്യങ്ങൾ കാണാനുള്ള കഴിവ് നാം നഷ്ടമാക്കും. ഇന്ന് നമ്മുടെ കണ്ണുകൾക്ക് കാണുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കാരുണ്യമാണെന്ന് നമുക്ക് ഓർക്കാം. ആത്മീയ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ നാം അത് ഒരിക്കൽ കണ്ട കാര്യങ്ങളെ കാണുവാനുള്ള ആ കഴിവിനെയും നഷ്ടമാക്കുവാനിടയാക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് നമുക്കുള്ള ഒരു വലിയ മുന്നറിയിപ്പായി സ്വീകരിക്കാം. ലവോദിക്ക സഭയ്ക്ക് ഇതാണ് സംഭവിച്ചത്. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്കിത് കാണുവാൻ സാധിക്കും. ഞാൻ ധനവാൻ സമനനായിരിക്കുന്നു, എനിക്കൊന്നും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ ഒളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു എന്ന് വെളിപാട് പുസ്തകം 3-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ കാണുന്നു. ഇതായിരുന്നു ആ സഭയുടെ അവസ്ഥ. ഇവിടെ സഭ നഷ്ടമാക്കിയ കാര്യങ്ങളെ ഒരു പട്ടിക തന്നെ നമുക്ക് കാണാം. നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും ആണെന്ന് കർത്താവ് പറയുന്നു. സഭ തൻ്റെ വസ്ത്രം പോലും നഷ്ടപ്പെടുത്തിയെന്ന് നാം ഇവിടെ കാണുന്നു. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചന പുസ്തകം 52-ാം അധ്യായം 1-ാം വാക്യത്തിൽ, വിശുദ്ധ നഗരമായ ജെറുസലേമേ, നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക എന്ന് കർത്താവ് അരുളി ചെയ്തത്. ഇന്നത്തെ ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം, സഭ ലോകത്തിലേക്ക് പോയി നല്ലതും ലോകത്തിലുള്ള മറ്റെല്ലാവരും വിലമതിക്കുന്നതുമായ വസ്ത്രം ധരിക്കുവാൻ താല്പര്യപ്പെടുന്നു എന്നതാണ്. കാൽവറി ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്തിൽ വെണ്മയാക്കിയ വസ്ത്രം മാത്രമേ ധരിക്കാവൂ എന്ന് നാം ഓർക്കണം. ഇതിനെ മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.